ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ IT പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമായ പോസ്റ്റർ ചിത്രങ്ങൾ എന്ന പാഠഭാഗത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ ഈ അധ്യായത്തിൽ വരുന്ന മുഴുവൻ ചോദ്യങ്ങളും കണ്ടു പഠിക്കുക. മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. എന്നാൽ നമുക്ക് 1ാമത്തെ ചോദ്യം നോക്കാം. സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഒരു ചിത്രത്തിൻ്റെ രൂപഭാവങ്ങൾ മെച്ചപ്പെടുത്തുകയോ മാറ്റുകയോ ചെയ്യുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? What is the process of enhancing or changing the appearance of an image with the help of software known as? Answer: image editing. പ്രധാനപ്പെട്ട ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? What are the important image editing software? GIMP. GIMPിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? What are the functions of the GIMP? ചിത്രത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്യുക, പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക. ഇംപ്രൂവ് ഇമേജ് ക്വാളിറ്റി, റിമൂവ് അൺവാണ്ടഡ് പാർട്സ്, ആഡ് ന്യൂ പാർട്സ്. ജിംപിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്താണ്? What is the file format of GIMP? .xcf. XCFൻ്റെ പൂർണ്ണരൂപം എന്താണ്? എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി. ജിംപിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് ജിംപ്? GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. 1992 ഇത് പുറത്തിറങ്ങിയത്. ആദ്യകാലത്ത് ജിംപ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? വാട്ട് വാസ് ദി ജിംപ് ഒറിജിനലി നോൺ ആസ്? ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ജിംപ് സോഫ്റ്റ്വെയറിന് തുടക്കം കുറിച്ചവർ ആരൊക്കെയാണ്? ഹൂ സ്റ്റാർട്ടഡ് ദി ജിംപ് സോഫ്റ്റ്വെയർ? സ്പെൻസർ കിംബൽ ആൻഡ് പീറ്റർ മാറ്റിസ്. ഒരു ഡിജിറ്റൽ ചിത്രത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്? What is the basic element of a digital image? Answer: പിക്സലുകൾ, പിക്സൽസ്. പിക്സലിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പിക്ചർ എലമെന്റ്. ജിംപിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏതാണ്? What is the official lucky symbol of the GIMP? വിൽബർ. 1997 സെപ്റ്റംബർ 25 ട്യൂമാസ് കുസ്മാനൻ എന്ന ഫിൻലൻഡുകാരൻ ജിംപിൽ തയ്യാറാക്കിയതാണ് വിൽബർ എന്ന ലോഗോ. ജിംപിലെ പ്രധാനപ്പെട്ട ടൂളുകൾ പരിചയപ്പെടാം.
ഒന്നാമത്തെ ടൂള് സ്കെയിൽ ടൂളാണ്. രണ്ടാമത്തെ പെയിൻറ്റ് ബ്രഷ് ടൂൾ. മൂന്നാമത്തത് എറേസർ ടൂൾ. റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ. ഫസി സെലക്ട് ടൂൾ. ഫ്രീ സെലക്ട് ടൂൾ. സ്മഡ്ജ് ടൂൾ. പാത്ത് ടൂൾ. ടെക്സ്റ്റ് ടൂൾ. ഇത് അക്ഷരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രോപ്പ് ടൂൾ, നമുക്ക് ആവശ്യമായ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ സ്ഥാനം മാറ്റാൻ ഉപയോഗിക്കുന്നത് മൂവ് ടൂൾ. കളർ നൽകാൻ ബക്കറ്റ് ഫില്ല്. 2 വർണ്ണങ്ങൾ ലയിച്ച കളർ നൽകാൻ ഗ്രേഡിയൻറ്റ്. ഒരു ചിത്രത്തിന് മുകളിലായി ചേർക്കാവുന്ന സുതാര്യമായ പാളികളെ എന്താണ് വിളിക്കുന്നത്? What are the transparent layers that can be added on top of an image called layers? ഓരോ ചിത്രത്തെയും വ്യത്യസ്ത ലെയറുകളിലായിട്ട് ക്രമീകരിച്ചാൽ അവ ഓരോന്നിനെയും പ്രത്യേകം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ജിംബിൽ ക്യാൻവാസിൽ ഉൾപ്പെടുത്തിയ ചിത്രത്തെ മൂവ് ടൂൾ ഉപയോഗിച്ച് നീക്കിയപ്പോൾ പശ്ചാത്തലം ഉൾപ്പെടെയാണ് നീങ്ങിയത്. കാരണം എന്തായിരിക്കും? When trying to move on image included in the canvas using the move tool in GIMP, if the background is also moving along with the image, what could be the reason? ക്യാൻവാസിൻ്റെ പശ്ചാത്തലത്തിൻ്റെ ലെയറിൽ ചിത്രം പേസ്റ്റ് ആയതുകൊണ്ട് ദി ഇമേജ് വാസ് പേസ്റ്റഡ് ഇൻ ടു ദി ബാക്ക്ഗ്രൗണ്ട് ലെയർ. ജിംപിൻ്റെ പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് ഓഫ് ജിംപ്? ആൻസർ XCF. ഒരു ഇമേജിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ വലുപ്പം മാറ്റുന്നതിനായി ജിംപിൽ ഉപയോഗിക്കുന്ന ടൂള് ഏതാണ്? വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഇൻ ജിംപ് ടു റീസൈസ് എ പോർഷൻ ഓഫ് ആൻ ഇമേജ്? ആൻസർ സ്കെയിൽ ടൂൾ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.